ബഹുമാന്യരായ ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന നേതാക്കളെ, എൻ്റെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങളെവരിലും ദൈവത്തിൻ്റെ കരുണാകടാക്ഷങ്ങൾ വർഷിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. തൃശ്ശൂർ നഗരത്തിൽ ഇത്തരമൊരു പരിപാടി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ ഏറ്റെടുത്ത ഒരു പരിപാടി ഇതേ സമയത്ത് വളാഞ്ചേരിയിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ടെക്നിക്കൽ സ്റ്റുഡൻസ് മീറ്റ് ഫ്രറ്റേണിറ്റി സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതും തൃശ്ശൂരിൽ, അതിൽ പങ്കെടുക്കണമെന്ന ഒരാഗ്രഹം കൊണ്ടുകൂടിയാണ് ഞാൻ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. തൃശ്ശൂർ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നൊസ്റ്റാൾജിക് സിറ്റിയാണ്. 1993-97 കാലത്ത് തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻ്റ് ആയിരുന്ന ജീവിതത്തിലെ ഒരു നല്ല കാലം ഭാരത് ഹോട്ടലും രാഗം തിയേറ്ററും തൃശ്ശൂർ റൗണ്ടും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന ആ ഒരു കാലത്തേക്ക് ഞാൻ അറിയാതെ എത്തിച്ചേരും തൃശ്ശൂരിൽ വരുന്ന സമയത്ത്. അതാണ് എൻ്റെ സന്തോഷത്തിൻ്റെ ഒരു കാരണം. രണ്ടാമതൊന്ന്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെയാണ് അഭിസംബോധന ചെയ്യാനുള്ളത് എന്നാണ്. 22 വർഷം എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ച ആളാണ് ഞാൻ. കഴിഞ്ഞ 3 വർഷമായി ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് ഡയറക്റ്റ് വിദ്യാർത്ഥികളില്ലാത്ത സ്വഭാവത്തിലാണ്. So when I come here, that also again becomes a sort of homecoming when I'm addressing the technical students. ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റ് നൽകിയ ആഹ്വാനം കേട്ട് ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഞാൻ ആദ്യമായി ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു ശരാശരി കേരളീയ മനുഷ്യായുസ് എന്ന് പറയുന്നത് 30,000 ദിവസത്തിൽ താഴെയാണ്. അങ്ങനെ ഭൂമിയിൽ നിന്ന് നമ്മൾ നിഷ്ക്രമിക്കുന്ന സമയത്ത്, ഇവിടുന്ന് നമ്മൾ പിരിഞ്ഞു പോകുന്ന സമയത്ത് ഒരു സന്തോഷകരമായ ജീവിതം ജീവിച്ചിരുന്നു എന്ന ഒരു ബോധത്തിൽ നമ്മൾക്ക് പിരിഞ്ഞു പോകാൻ കഴിയാൻ പാകത്തിന് ജീവിതത്തെ ആഹ്ലാദകരമായ ഒരു അനുഭവമാക്കി മാറ്റുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. അതിന് നമ്മൾ നേരത്തെ ഇട്ട് തുടങ്ങിയ അടിത്തറ ഏറെക്കുറെ പൂർണ്ണമാകുന്ന ഒരു കാലമാണ് +2 ശേഷമുള്ള കാലം. അടുത്ത 10 വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും ക്രൂഷ്യലായ ഒരു കാലമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ജീവിതത്തെ എന്നേക്കും ബാധിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അടുപ്പിച്ച് എടുക്കേണ്ടി വരുന്ന ഒരു കാലം എന്ന് പറയുന്നത് 20 മുതൽ 30 വയസ്സ് വരെയുള്ള ഒരു കാലമാണ്. നിങ്ങളുടെ ഡിഗ്രി പൂർത്തിയാകും. PGക്ക് ചേരുന്നവർ മിക്കവാറും PGക്ക് ചേരും. ആദ്യ ജോലിയിൽ മിക്കവാറും നിങ്ങൾ ജോയിൻ ചെയ്യും. നിങ്ങൾ ശമ്പളം വാങ്ങാൻ തുടങ്ങും. വിവാഹം കഴിക്കും. മിക്കവാറും ആളുകൾക്ക് ആദ്യത്തെ കുട്ടിയുണ്ടാകും. ആദ്യത്തെ വണ്ടി വാങ്ങാനുള്ള സാധ്യതയുണ്ടാകും. പിന്നീട് മിക്കവാറും ബാക്കിയാവാൻ സാധ്യതയുള്ളത് ഒരു വീടെടുക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. ഞാൻ ഒരു നോർമൽ നമ്മുടെ ശരാശരി കേരളീയ ജീവിതം വെച്ച് പറയുന്ന ഒരു കാര്യമാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് 30 വയസ്സിന് ശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു വീല് തിരിച്ച് കറങ്ങുന്നതായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പലപ്പോഴും പറയുക. അങ്ങനെ തന്നെ ആകണമെന്നില്ല, പക്ഷെ എന്നാലും 30കളോടുകൂടി ജീവിതം അവസാനിച്ചു എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നു. 20കളിൽ ഞാൻ വിചാരിക്കും ഒരു 40കളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ജീവിതം എന്താകും
ആകെ പ്രത്യേകിച്ച് പിന്നീട് എന്താണ് ഉണ്ടാവുക, കാരണം ജീവിതത്തിലെ അറ്റൈൻമെൻറ്റ്സ്, അച്ചീവ്മെൻറ്റ്സ്, ആങ്സൈറ്റീസ് ഒക്കെ ഏറെക്കുറെ തീർന്നു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് mid-40s ജസ്റ്റ് കഴിഞ്ഞ സമയത്ത് ഞാൻ വിചാരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ ഒരു സമയമെന്ന് പറയുന്നത് 40കളാണ് എന്നാണ്, ആ ഒരു ലൈഫിൻ്റെ. അപ്പോൾ ഞാൻ ഇപ്പോൾ 50കളിലും 60കളിലും ആളുകളോട് ചിലപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ ലൈഫ് എന്നത് സംബന്ധിച്ച്. അതിനർത്ഥം ജീവിതത്തിൽ ഈ ഒരു ആഹ്ലാദം എല്ലാ കാലത്തും നിലനിർത്താൻ ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചാൽ കഴിയും എന്നതാണ്. അത് കഴിയണമെന്നുണ്ടെങ്കിലുള്ള പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനായി ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു തിയറിയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളല്ല. ജീവിതത്തെ സംബന്ധിച്ച് നിങ്ങളുടേത് പോലെ എഞ്ചിനീയറിംഗ് പശ്ചാത്തലത്തിലൊക്കെ പഠിച്ച് പഠിച്ചവൻ്റെ അനുഗ്രഹത്താൽ ബിടെക്കും എംടെക്കും PhD-ക്കും ഒക്കെ ചെയ്ത് പിന്നീട് വീണ്ടും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ആയുസ്സിൻ്റെ നല്ലൊരു ഭാഗം ചെലവഴിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാൾ എന്നുള്ള രീതിയിൽ എൻ്റെ ചില നോഷൻസാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുക. അങ്ങനെ നമ്മൾക്കൊരു ആഹ്ലാദകരമായ ജീവിതം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു സോഷ്യൽ ബീയിങ് എന്നുള്ള രീതിയിൽ നമ്മുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് ആലോചിക്കണം. ആളുകൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പല തെറ്റിദ്ധാരണകളുമുണ്ട്. അവർ പൊതുവെ സാമൂഹ്യ ബോധം കുറഞ്ഞവരാണ്, അവർക്ക് സമൂഹവുമായൊന്നും ബന്ധമില്ല എന്നൊക്കെയാണ് ആളുകൾ തെറ്റിദ്ധരിക്കുക. അത് വളരെ വലിയ ഒരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, അവർക്ക് മാത്തമാറ്റിക്സ് ഒരു പ്രധാന സബ്ജക്റ്റായി പഠിക്കാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്നു എന്നതാണ്. അതൊരു പക്ഷേ എഞ്ചിനീയറിംഗിന് കോഴ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും അത് വലിയ കഷ്ടപ്പാടാണല്ലോ, ഈ മാത്തമാറ്റിക്സ് തന്നെ നമ്മൾ പഠിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണല്ലോ, മാത്തമാറ്റിക്സിന് 4 പേപ്പറെങ്കിലും മിനിമം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഉള്ള സബ്ജക്റ്റുകളിൽ കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട പേപ്പറുകളിൽ തെർമോഡൈനാമിക്സ്, ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ഏത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് മാത്തമാറ്റിക്സ് ഒഴിവാക്കി ഒരു ജീവിതം എഞ്ചിനീയറിംഗിൽ സാധ്യമല്ല. ശരിയല്ലേ? ശരിയല്ലേ? ജീവിതത്തിൽ ഞാനതുകൊണ്ട് ആളുകളോട് പലപ്പോഴും പറയാറുണ്ട്, മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് ഒരു താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും എഞ്ചിനീയറിംഗ് ചെയ്യരുത് എന്ന് ഞാൻ ആളുകളോട് പറയാറുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതം ഏറ്റവും വലിയൊരു നരകാനുഭവമായി മാറണമെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് താല്പര്യമില്ലാതെ നിങ്ങൾ എഞ്ചിനീയറിംഗ് കോഴ്സിന് ജോയിൻ ചെയ്താൽ മതി എന്നാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത്. പക്ഷെ മാത്തമാറ്റിക്സിൻ്റെ ഈ റിഗറസ് ട്രെയിനിങ് വഴി നമ്മൾക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു അനലിറ്റിക്കൽ സ്കില്ല് നമ്മൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മെഷർ ചെയ്യാൻ സാധ്യമല്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർ കൂടുതലായി സിവിൽ സർവീസിൽ ജോയിൻ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഏത് കോമ്പറ്റേറ്റീവ് എക്സാമും നടന്നു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് പശ്ചാത്തലമുള്ള ആളുകൾ ചിലപ്പോൾ പറയും PSC എക്സാം, LD ക്ലർക്കിൻ്റെ പരീക്ഷ എഴുതുകയാണ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾ ജോലിയൊന്നും കിട്ടാത്തത് കൊണ്ട്. അത് തെറ്റിദ്ധാരണയാണ്. ജോലി കിട്ടാത്തതുകൊണ്ട് മാത്രമല്ല, എഞ്ചിനീയറിംഗുകാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏത് പരീക്ഷ എഴുതി കഴിഞ്ഞാലും അവർക്കത് കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ ഒരു അസൂയ കലർന്ന സംസാരമാണ് അത് എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ആ ഒരു സ്കില്ല് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ഇനി സോഷ്യൽ ഫ്രണ്ടിലേക്ക് എടുത്തു കഴിഞ്ഞാലും സോഷ്യൽ കമ്മിറ്റഡ് അല്ല എന്ന് പറയാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു ചെറുപ്പം മുതൽ ലോകത്ത് നടന്നിരിക്കുന്ന വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള പല സാമൂഹ്യ മാറ്റങ്ങളിലും മുൻപന്തിയിൽ നിന്നിട്ടുള്ളത് എഞ്ചിനീയറിംഗ് പഠിച്ച ആളുകളാണ്. വെറുതെ സംഭവിച്ചതാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മുഹമ്മദ് മുർസിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ആരാണ് മുഹമ്മദ് മുർസി? ഈജിപ്തിൽ പ്രസിഡന്റ് ആയിരുന്നു മുല്ലപ്പൂ വിപ്ലവം നടന്നതിന് ശേഷം. മുർസി എവിടെ പഠിച്ചതെന്ന് അറിയാം നിങ്ങൾക്ക്? കാൽടെക് എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. കാൽടെക്, കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റാങ്കിങ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഗുൽബുദ്ദീൻ ഹിക്മത്തിയാർ അഫ്ഗാൻ റവല്യൂഷന് സോവിയറ്റ് യൂണിയനെതിരെയുള്ള സമരത്തിൽ നേതൃത്വം വഹിച്ചിരുന്ന ആളാണ്. കാബിൾ യൂണിവേഴ്സിറ്റിയിലെ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ പ്രൊഫസറായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് വരുത്തിയിട്ടുള്ള ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ഹുറമുറാദ്. ഇങ്ങനെ ഇത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു 2-3 പേരുടെ പേരുകളാണ് ഞാൻ പറയുന്നത്. സോഷ്യൽ റെലവൻസ് ഉള്ള കാര്യങ്ങൾ ചെയ്ത ആളുകൾ, ലോകത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ പഠിച്ച ആളുകളായിരുന്നു. അതിൽ തീർച്ചയായും അവരുടെ ഈ ഒരു ട്രെയിനിങ് അവരെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എഞ്ചിനീയറിംഗിലാണ് PhD ചെയ്തത്. ബയോമെഡിക്കൽ സിഗ്നൽ പ്രോസസ്സിങ്ങിലാണ് എൻ്റെ PhD. പഠിച്ചാൽ അനുഗ്രഹിച്ച അത്യാവശ്യം പേപ്പറുകളും
പ്രബന്ധങ്ങളും രചനകളൊക്കെ എൻ്റെതുമായി ബന്ധപ്പെട്ട് അതിലുണ്ട്. പക്ഷേ ഹിസ്റ്ററി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ്. അത് പഠിക്കുമ്പോൾ പോലും ഞാൻ പഠിക്കുന്ന അക്കാദമിക് സ്വഭാവത്തിലല്ല, ഞാൻ ഒറ്റയ്ക്ക് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് പഠിക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സഹായകമാകുന്നു എന്നുള്ളതാണ്. അതിനാൽ എഞ്ചിനീയറിംഗ് കഴിയുമ്പോഴേക്ക് നിങ്ങളിൽ വളർന്നു വരുന്ന നിങ്ങൾ അറിയാതെ വളരുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു സ്കില്ല് നിങ്ങൾ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് കേട്ടിട്ടുണ്ടാവും. സാധാരണ NBA ഒക്കെ വന്നിട്ടുള്ള കോളേജുകളിൽ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ്റെ മാനദണ്ഡങ്ങളിൽ എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിയുന്ന ഒരാൾക്ക് കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്ന 12 ഗുണങ്ങളുണ്ട്. ആ 12 ഗുണങ്ങളെ വെച്ചാണ് നമ്മൾ അതിനെ അസസ് ചെയ്യുക. അതിലെ 2 ആദ്യത്തെ 2 എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്തമാറ്റിക്കൽ ആൻഡ് അനാലിറ്റിക്കൽ സ്കില്ലുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും സോഷ്യൽ സ്കില്ലുമായി കൂടി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾക്ക് കിട്ടുന്ന ഈ മാത്തമാറ്റിക്കൽ ഓറിയന്റേഷൻ ഒരു സോഷ്യൽ സ്കില്ലായി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് കൂടിയാണ് എഞ്ചിനീയറിംഗ് കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഫ്രറ്റേണിറ്റി പോലുള്ള സംവിധാനങ്ങൾ വഴി നമ്മളുടെ ആ ഒരു റീം ഓഫ് ലൈഫ് ഡെവലപ്പ് ചെയ്യണമെന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനാൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു പക്ഷെ നമുക്ക് മനസ്സിലാവില്ല. ഈ ഞങ്ങളുടെ നാട്ടിൽ അമ്മിയുടെ ഒരു ഉദാഹരണം പറയാറുണ്ട്, അമ്മിയാവുക എന്നുള്ളത്. അമ്മി എന്ന് പറഞ്ഞ സാധനം അറിയാലോ നിങ്ങൾക്ക്, അല്ലേ? എന്താ അമ്മി? അരക്കുന്ന സാധനം. നേരത്തെ ഇപ്പോൾ ഒക്കെ യന്ത്രവൽക്കരിച്ചിട്ടുണ്ട്. നിങ്ങൾ മാനുവൽ അമ്മികൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആളുകൾ അരക്കുന്നത്. അതിന്റെ ഷേപ്പ് എന്താണ്? അതിന്റെ ഷേപ്പ് എന്താണ്? അല്ല, സാധാരണ അല്ല, ഒരു നിരന്ന രീതിയിലാണ് അതിന്റെ. അല്ല, നമ്മൾക്ക് നോക്കിയാൽ ഞങ്ങൾ കുറച്ച് കോൺകേവ് ഷേപ്പാണ് അതിനുണ്ടാവുക മിക്കവാറും വീടുകളിൽ. പുതിയ വാങ്ങിയ അമ്മിയല്ല, കുറച്ച് കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അമ്മി. കുറച്ചുകൂടെ പഴയ തറവാട് വീടുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും നല്ല രീതിയിൽ ഇങ്ങനെ കുഴിഞ്ഞ രീതിയിലാണ് നമ്മൾ അമ്മി കാണാൻ പറ്റുക. ഇതെങ്ങനെയാണ് ഇങ്ങനെ ആയിത്തീർന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? എങ്ങനെയാണ്? ആരെങ്കിലും അമ്മി ഇങ്ങനെ വരണ്ടി എടുത്തിട്ട് കഴിച്ചതാണോ? അല്ല. എവിടെ ആയിപ്പോയത്? ഇതുവരെ കാലങ്ങളായി അവിടെ അരച്ചുകൊണ്ടിരുന്ന തേങ്ങയുടെയും അരിയുടെയും ഒക്കെ കൂട്ടത്തിൽ എന്താണ് അറിയാതെ ആളുകളുടെ വയറിനകത്തായി പോയിട്ടുള്ളൊരു കാര്യമാണ് ആ അമ്മി. ഇത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഇത്രയും അമ്മി നമ്മൾ കഴിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബാപ്പകാരണവന്മാർ കഴിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് ലൈഫിലെ ചില സംഗതികൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ക്വാണ്ടിഫൈ ചെയ്ത് പറയാൻ പറ്റുന്നാവില്ല. അയാൾ നല്ല ചെക്കനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നല്ലത് എന്നുള്ളതിന്റെ റുബ്രിക്സ് എന്താണെന്ന് നമ്മൾ നോക്കാറില്ല. നമ്മൾക്കൊരു ധാരണയുണ്ട് എന്താണ് നല്ലത് എന്നതിനെ സംബന്ധിച്ച്. അതുകൊണ്ട് ചില ഗുണങ്ങൾ നമ്മളിൽ ക്വാളിറ്റേറ്റീവായി കൂടി വരുന്നതാണ്. ഈവൻ ദോ എഞ്ചിനീയറിംഗ് ഈസ് ബേസിക്കലി എ ക്വാണ്ടിറ്റേറ്റീവ് സോർട്ട് ഓഫ് തിങ്, ക്വാളിറ്റേറ്റീവായി കൂടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്പ് ചെയ്യുന്നത്. അതിനാൽ നമ്മൾക്ക് കിട്ടുന്ന ഈ അക്കാദമികമായ നമ്മുടെ പരിസരത്തെ സമൂഹത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട്, സമൂഹമല്ലല്ലോ എനിക്ക് ചെലവിന് തരുന്നത്. ഒരു ക്യാച്ച് വേർഡാണ്, പലപ്പോഴും ഒരു ക്യാച്ച് സെന്റൻസ് എന്നൊക്കെ പറയാവുന്ന സംഗതിയാണ്. എനിക്കെന്തും ചെയ്യാം, നാട്ടുകാരാണോ എനിക്ക് ചെലവിന് തരുന്നത് എന്നൊക്കെ ചിലപ്പോൾ നാട്ടുകാർക്ക് കയറി നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ആളുകൾ സാധാരണ പറയുന്നതാണ്. നമുക്കറിയാം തെറ്റാണ് ആ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. നാട്ടുകാരുടെ ഔദാര്യം കൊണ്ട് മാത്രം ജീവിതം സാധ്യമായ ആളുകളാണ് നമ്മൾ, അല്ലേ? ശരിയല്ലേ? ശരിയാണ്. നമ്മൾ ജനിച്ച സമയത്ത് നമ്മൾക്ക് ഒന്നിനും നമുക്ക് പറ്റുമായിരുന്നില്ല. അങ്ങനെ സമൂഹം നമ്മളെ പിന്തുണക്കണ്ട എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഞാനും നിങ്ങളൊന്നും ഇന്ന് ഇവിടെ വന്ന് കൂടാൻ സാധ്യമാവുമായിരുന്നില്ല. ജനിച്ചൊരു കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം അവിടെ അവസാനിച്ചിട്ടുണ്ടാവും. പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഓരോ ഘട്ടത്തിലും അത് സാധ്യമാണ്. അതിനാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഒരു വിദ്യാഭ്യാസ പരിസരം എന്ത്, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ത്, അതിൽ ടെക്നോളജിക്കൽ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമ്മൾക്കുള്ള റോൾ എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ജോലിയെ സംബന്ധിച്ച, കരിയറിനെ സംബന്ധിച്ച, ലൈഫിനെ സംബന്ധിച്ച ആഗ്രഹത്തിൽ ഒരു സോഷ്യൽ ബീയിങ് എന്നുള്ള രീതിയിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നതിനെ സംബന്ധിച്ച ആലോചനകൾക്ക് കൂടി വേണ്ടിയാണ് നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ലൈഫ് നമുക്ക് അടിച്ചുപൊളിയായി ജീവിക്കണം, വേണ്ടേ? വേണം. ലൈഫിൽ എന്താ പേർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാ, അടിപൊളിയായിട്ട് ജീവിക്കണം, എന്നും സന്തോഷം തോന്നണം,
നമുക്ക് ബാക്കിയുള്ളവരുടെ മുഖം കാണുമ്പോഴും സന്തോഷം തോന്നണം. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വേറൊരാൾക്കും സന്തോഷം തോന്നാൻ കഴിയുന്ന ഒരവസ്ഥ നമ്മൾ സൃഷ്ടിക്കണം. അതിന് നമ്മളുടെ ഈ ഒരു ട്രെയിനിങ്ങും നമ്മുടെ വിദ്യാഭ്യാസവും ഒക്കെ സഹായകമാകണം. പക്ഷെ അത് സഹായകമാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള രാജ്യമാണെന്ന് പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളതും ഇന്ത്യയാണ് എന്ന് പറയും. 150 കോടിയിൽ കൂടുതൽ ജനങ്ങളുണ്ട്. യങ്ങർ പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമായിട്ടും എന്തുകൊണ്ടാണ് വൈ ഇന്ത്യ ഫെയിൽ ടു ബി എ ഡെവലപ്ഡ് കൺട്രി? എന്തുകൊണ്ട് ഇന്ത്യക്ക് ഒരു വികസിത രാജ്യമാകാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാവും? ഇനി പിടിക്കാൻ ആൻസർ. എന്തുകൊണ്ടാവും? നമ്മളെപ്പോഴും തിരിഞ്ഞ് ആലോചിക്കും. ആളുകൾ ഇങ്ങനെ പറയണ്ട, എന്താ ഇന്ത്യ ഇങ്ങനെ, എന്താ നമ്മുടെ നാടിങ്ങനെ, എന്താ കുടുംബം ഇങ്ങനെ, നാട്ടുകാരിങ്ങനെ, ടീച്ചർ ഇങ്ങനെ, HOD ഇങ്ങനെ ഉണ്ട് ഒരു കോളേജ്. ഇങ്ങനെ എപ്പോഴും നമ്മൾ നിലകൊള്ളുന്ന സാമൂഹ്യാവസ്ഥയെക്കുറിച്ച് അസ്വസ്ഥരാണ് നമ്മളെപ്പോഴും, അല്ലേ? ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട്, എന്താണ് വാപ്പ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിനേക്കാളൊക്കെ ഞാൻ ആവേണ്ടിയിരുന്നു വാപ്പ, എന്നാൽ കുറേ കൂടി എന്ന് തോന്നാറില്ല? ചിലപ്പോൾ തോന്നാറില്ല? ഇല്ലേ? ചിലർക്കെങ്കിലും തോന്നും, ചിലർക്കെങ്കിലും തോന്നാറുണ്ട് കുറച്ചുകൂടി നന്നായി ഡീൽ ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഉമ്മ വാപ്പാനെ ഡീൽ ചെയ്യുന്നത് കാണുമ്പോഴെങ്കിലും തോന്നാറുണ്ട്, ഞാൻ ആ സ്ഥാനത്ത് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ഇങ്ങനെയൊക്കെ തോന്നില്ല എന്നൊക്കെ നമ്മൾ വെറുതെ പറയുകയാണ്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ തോന്നും. പക്ഷെ ഈ തോന്നലിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആളുകളായിട്ടും എന്താണ് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാത്തത് എന്ന് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ, എന്താണ് നമ്മളുടെ സാമൂഹ്യാവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് ആലോചിക്കണം. എപ്പോഴും ആളുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, they will always wait for somebody else to come and intervene. എപ്പോഴും അവർ വിചാരിക്കും, എന്താ ഇവിടെ എങ്ങനെ എന്നാണ് ആളുകൾ വിചാരിക്കുക. എന്താണ് ഇവിടെ എങ്ങനെ? ഇപ്പം ഞാനൊരു അലിഗഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ജുമാക്ക് പള്ളിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇമാമ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആർക്കും കേൾക്കുന്നില്ല, കാരണം മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് ഇങ്ങനെ പ്രശ്നം എല്ലാവരും അസ്വസ്ഥരാകുന്നുണ്ട്. അതിലൊരാൾ നീറ്റ് പോയിട്ട് അവിടെ പോയി ഒരു സ്വിച്ച് ഓണാക്കിയിട്ടില്ല. ആ സ്വിച്ച് അങ്ങ് ഓണാക്കി. മൈക്കിൻ്റെ എല്ലാം അവിടെ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു, സ്വിച്ച് ഓണാക്കി. കാരണം ബാക്കിയുള്ളവർക്ക് എല്ലാവരും കൂടെ ഇങ്ങനെ ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ശ്രദ്ധിക്കൂല, 12,000 ആളുകളുടെ പള്ളിയിൽ നിന്ന് എന്ന വിചാരത്തിനടിപ്പെട്ട് എല്ലാവരും മറ്റവൻ സ്വിച്ച് ഓണാക്കും എന്ന് വിചാരിച്ച് പ്രശ്നം അതാണെന്ന് മനസ്സിലായാൽ പോലും കാത്തു നിൽക്കുകയാണ്. ഇത് സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിലും നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ മടിക്കും. കാരണം ഞാൻ എഴുന്നേറ്റ് നിന്നാൽ മറ്റവൻ എന്താ വിചാരിക്കുക, ഈ ഒരു ഫീലാണ് ഉണ്ടാവുക. ഞാൻ എൻ്റെ ഒരു 25 ഇയേഴ്സിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് നിങ്ങളോട് പറയും, എൻ്റെ ചില മിടുക്കരായ സ്റ്റുഡൻസ് ഉണ്ട്, അവർ ഇത്തരം കാര്യങ്ങളെ മൈൻഡ് ചെയ്യാതെ പലപ്പോഴും ബാക്കിയുള്ളവർ വിചാരിക്കും, അവർക്ക് വലിയ ഭാവമാണ്. പ്രത്യേകിച്ചും പെൺകുട്ടികളാണ് കുറേ കൂടി സ്മാർട്ടായിട്ട് പൊതുവെ ക്ലാസ് റൂമുകളിൽ ഇത്തരം കാര്യങ്ങൾ കാണപ്പെടാറുള്ളത് കേട്ടോ. അത് മറ്റു ചില സോഷ്യോളജിക്കൽ റീസൺസ് ഉണ്ടെന്ന് എൻ്റെ ഒരു തോന്നലുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ല. ഞാൻ ആലോചിക്കാറുണ്ട്, ഇത്രയും സമർത്ഥരായ പെൺകുട്ടികളൊക്കെ പിന്നീട് അവരെവിടെയാണ് ജീവിതത്തിൽ വീണു പോയത് എന്നൊക്കെ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ വിചാരിക്കും, ഇനി എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും അവൾ ചാടി നീറ്റ് ആൻസർ പറയും. ഇങ്ങനെ 2 പ്രാവശ്യം ആളുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ പറയുമോ എന്ന് നമുക്ക് വിചാരിക്കുമ്പോൾ പിന്നെ 3ാമത്തെ പ്രാവശ്യം അയാൾ എഴുന്നേറ്റ് നിൽക്കില്ല. പക്ഷേ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ ധൈര്യം കാണിച്ച ആളുകളാണ് ഞാനൊരു 25 വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ആയി തീർന്നിട്ടുള്ളത്. ധൈര്യം എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രൂപ്പിൽ പോലും എഴുന്നേറ്റ് നിൽക്കാനുള്ള ധൈര്യം 4 കൊല്ലത്തെ അല്ലെങ്കിൽ 3 കൊല്ലത്തെ പഠനം വഴി നമ്മൾ ആർജിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ഡിഗ്രിയും സർട്ടിഫിക്കറ്റും ഒക്കെ വേസ്റ്റാണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം നമ്മൾക്ക് ഇതിനേക്കാൾ വലിയ ഒരു സാമൂഹ്യ പ്രശ്നങ്ങളെയാണ് നമ്മൾക്ക് നേരിടാനുള്ളത്. അതിനർത്ഥം ലോകത്തിൽ ഇപ്പം ഞാൻ വിചാരിച്ച് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്ന് ചിലപ്പോൾ നമ്മൾ ആലോചിക്കും. അങ്ങനെ ലോകം മുഴുവൻ മാറ്റേണ്ട ആവശ്യമൊന്നും നമ്മെ സംബന്ധിച്ചില്ല. ഇത് വീണ്ടും ഞാൻ അലിഗഡിലൊരിക്കൽ ഒരു പള്ളിയിൽ പോയ സമയത്ത് ഒരു ക്ലാസ് അവിടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. തബ്ലീഗുകാരുടെ, നിങ്ങൾക്കറിയാം, ഒരു ഭക്തി മൂവ്മെൻ്റാണ് ബേസിക്കലി അവർ. അപ്പോൾ അതിലൊരാളുടെ പ്രസംഗത്തിൽ കേട്ടൊരു കാര്യം ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കും. ഒരിടത്ത് ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയ സ്ഥലത്ത് ഒരു പെട്ടെന്ന് കറണ്ട് പോയി. അപ്പോൾ അവരിങ്ങനെ ആലോചിച്ചു എങ്ങനെ നമ്മൾക്ക് ഇത് ചെയ്യാമെന്ന്. അപ്പോൾ അയാൾ പറയാണ്,
ഒരു കൂട്ടര് ഒരാൾ പറഞ്ഞു നമ്മൾക്കൊരു കാര്യം ചെയ്യാം, നമ്മൾക്ക് ഇരുട്ടിനെ കുറിച്ച് ഒരു ഇന്റർനാഷണൽ സെമിനാർ നടത്താം. കാരണം ഇരുട്ട് ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് നമ്മൾക്ക് ഇരുട്ടിൽ ഉണ്ടാക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. വേറൊരാൾ പറഞ്ഞു നമ്മൾക്ക് പടച്ചവനോട് പ്രാർത്ഥിക്കാം, ഇരുട്ട് പടച്ചവൻ മാറ്റിത്തരട്ടെ എന്ന്. വേറൊരാൾ പറഞ്ഞു ഈ കൂടിയ ആളുകളിൽ പലർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവരിൽ പാപികളായ പല ആളുകളുണ്ട്, അതുകൊണ്ടാണ് ഇരുട്ട് വന്നിട്ടുള്ളത്. നമ്മൾക്ക് അവരെ തെരഞ്ഞെടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ വെളിച്ചം വരും. അപ്പോഴാണ് സാധാരണക്കാരനായ ഒരാൾ അങ്ങോട്ട് കടന്നു വന്നത്. അയാൾ ഈ ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അയാൾ എന്ത് ചെയ്തു? അയാൾ എന്തുകൊണ്ട് ഇരുട്ടത്ത് എല്ലാവരും കൂടി ഇരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അയാൾ പെട്ടെന്ന് ഒരു മെഴുകുതിരി എടുത്തിട്ട് തീപ്പെട്ടി കത്തിച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ച് അയാൾ വെച്ചു. അതോടുകൂടി എന്തായി? ഇരുട്ട് മാറി, അവിടെ വെളിച്ചം വന്നു. യഥാർത്ഥ പ്രശ്നം അവിടെ ഇരുട്ടാണ്. ആ ഇരുട്ടാണെന്ന് ആളുകൾക്കറിയാം. പക്ഷെ ആ പ്രശ്നത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്ന് തന്നാലാവുന്ന ഒരു പരിഹാരം ചെയ്യാനുള്ള ശ്രമം ഇത്ര മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഒരേ സമയത്ത് ആലോചിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒരു ക്യുമുലേറ്റീവ് ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കുകയും അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു മെഴുകുതിരി കൊണ്ടുവന്ന് കത്തിക്കുന്ന ആളുകളായി മാറാൻ നമ്മൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ കരിയറിനെ കുറിച്ചൊക്കെ കാണുന്ന സ്വപ്നങ്ങളിൽ ഒരിക്കലും ഒരു സാമൂഹ്യമായ മാറ്റത്തിന് ഞാൻ ശ്രമിക്കണമെന്ന് നമ്മൾ കാണാറില്ല. പക്ഷെ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ കാണുന്ന ആസ്വാദ്യകരമായ കാര്യങ്ങളെല്ലാം അത് കിട്ടുന്നത് വരെയാണ്, അല്ലേ? ശരിയല്ലേ? കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ ഒരു കാര്യമില്ല. സുഹൃതം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടറിനോട്, മമ്മൂട്ടിയുടെ വൈഫായിട്ടാണ് അതിൽ ഗൗതമി ഉള്ളത്, ഗൗതമി എന്ന് പറയുന്ന നടി. അവരോട് വേറെ ആൾ ചോദിക്കുന്നുണ്ട്, മനോജ് കെ ജയന്റെ ഒരു ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്, അന്ന് എന്നെ ഇഷ്ടപ്പെട്ടിട്ടും എന്തേ നീ അയാളെ വിവാഹം കഴിച്ചത് എന്നൊരു ചോദ്യം. അത് കോണ്ടെക്സ്റ്റ് വേറെയാണ്, പക്ഷെ അതിൽ പറയുന്നൊരു മറുപടിയുണ്ട്. മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉയരമുള്ള പാറയുടെ പുറത്ത്, മലയുടെ പുറത്ത് പ്രയാസപ്പെട്ട് നമ്മൾ കയറി ഏറ്റവും ഉയരത്തിലുള്ള പാറയുടെ പുറത്ത് പേര് എഴുതി വെക്കുന്നത് പോലെയാണ്. എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിറങ്ങാനുള്ള ത്വരയാണ് ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. ലൈഫിൽ എല്ലാ സംഗതികളും അങ്ങനെയാണ്. നമ്മൾ ഒരുപാട് വാരിക്കൂട്ടാമെന്ന് വിചാരിക്കും, ഒരുപാട് ആസ്വദിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ഭൗതികമായ എല്ലാ അറ്റൈൻമെന്റുകൾക്കും അപ്പുറത്ത് അസമാധാനം മനുഷ്യനെ വേട്ടയാണ്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ലൈഫിന് എങ്ങനെയാണ് പിന്നെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾക്ക് എത്ര പ്രായമായി കഴിഞ്ഞാലും സന്തോഷകരമായൊരു ജീവിതം സാധ്യമാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, അതിന് ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ബോധം മാത്രമേ നിങ്ങൾക്ക് സന്തോഷം തരുള്ളൂ. ബാക്കിയുള്ളതൊക്കെ കെട്ടുകാഴ്ചകളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പാലക്കാട് നിന്ന് മൂവാറ്റുപുഴയ്ക്ക് എനിക്ക് അതിരാവിലെ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞാൻ സുബിഹി കഴിഞ്ഞ് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കണം, ഒരു ചായ കുടിക്കണം എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു കട കാണുമ്പോൾ വിചാരിക്കും, അയ്യേ ഇവിടെ അത്ര കടിയൊന്നുമില്ല, കയറാൻ തോന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ചായക്കടയിൽ അറിയാതെ നമ്മൾ നിർത്തി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ ഡിസ്പ്ലേ, ഒരുപാട് ഏകദേശം 25 ടൈപ്പ് കടികൾ, സ്നാക്സ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അവിടെ കയറി ചായ കുടിച്ചു. നമ്മൾ യാത്ര പുറപ്പെടും. ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്, ഇത്രയും കടകൾ ഒഴിവാക്കിയിട്ട് കുറേ നേരം ചായ കുടിക്കണമെന്നുള്ള ആഗ്രഹത്തെ ഇനിയും നല്ല കട വരാനുണ്ട്, ഇനിയും നല്ല കട വരാനുണ്ട് എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണല്ലോ. യഥാർത്ഥത്തിൽ ഞാൻ കണ്ടിരുന്ന ഒന്നാമത്തെ ചായക്കടയിൽ കയറി ചായ കുടിച്ചിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ഞാനിപ്പോൾ ഈ കടയിൽ കയറി എന്താ കഴിക്കാം? എന്താ നമ്മൾ കഴിക്കാം? ഒരു ചായ കഴിക്കും, പിന്നെന്താ കഴിക്കാം? ഒരു കടി. ഒരാഗ്രഹം ഉണ്ടെങ്കിൽ രണ്ടാമത് കടി, അല്ലേ? ഒരു കഴിക്കും. മൂന്നാമതൊരു കടി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാനെന്ത് വിചാരിക്കും? ഒരു മോശമല്ലേ, രാവിലെ ഇവനെന്താ ഭക്ഷണം കിട്ടാത്ത വന്നതെന്ന് മറ്റവൻ വിചാരിക്കുമോ എന്ന് പേടിച്ച് ഞാൻ തൽക്കാലം കഴിക്കില്ല. യഥാർത്ഥത്തിൽ എനിക്ക് കഴിക്കാൻ ആവശ്യമുള്ളത് ഒരു ചായയും പരമാവധി 2 കടിയും എന്ന് കൂട്ടിക്കോളും. പക്ഷേ ഞാൻ കടയിൽ കയറുന്നതിൻ്റെ കാരണം എന്താണ്? ഈ മൊത്തം ഡിസ്പ്ലേ കാണുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് കയറി പോകുന്നത്.
എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അനുഭവിക്കാനുള്ളതല്ല, യഥാർത്ഥത്തിൽ കാണാൻ, ആസ്വദിക്കാൻ, വെറുതെ ഒരു പ്രതീക്ഷ തരാനുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇങ്ങനെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് നമ്മൾക്ക് മനസ്സിലാകും. അതിനാലാണ് പലപ്പോഴും നമ്മുടെ കൂടെ പഠിച്ച ആളുകൾ, ഞാൻ എൻ്റെ ക്ലാസ് ഗ്രൂപ്പിലൊക്കെ നടക്കുന്ന ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഒരു വോയിഡ് ഫീൽ ചെയ്യാറുണ്ട്. 97-ൽ ഞാൻ ബിടെക് കഴിയുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാമ്പസ് ഇൻ്റർവ്യൂ കുറെ കൂടെ വ്യാപകമായിരുന്നു. സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു പുതിയ, അന്ന് വരെ നിലവിലില്ലാത്തൊരു കാര്യം വരുന്ന ഒരു സമയമാണ് 95-ന് ശേഷമുള്ള ഒരു കാലം എന്ന് പറഞ്ഞാൽ. ഏകദേശം 70കളുടെ തുടക്കത്തിൽ ഗൾഫിൽ പെട്രോൾ കണ്ടുപിടിച്ചതുപോലെയാണ് എഞ്ചിനീയറിംഗ് ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു മേഖല തുറന്നു കിട്ടുകയാണ്. 5000 രൂപയാണ് ക്യാമ്പസ് പ്ലേസ്മെന്റിൽ അന്ന് ജോലി കിട്ടുന്ന ആൾക്ക് കിട്ടുന്ന ശമ്പളം. 5000 രൂപ നിങ്ങൾ കേൾക്കുന്നത് 5000 രൂപ എന്താണ്? അന്ന് വളരെ വലിയ ശമ്പളമാണ്. അന്നത്തെ ഇന്ത്യ ടുഡേയിൽ ഒരു കവർ സ്റ്റോറി ഉണ്ടായിരുന്നു, മിഡിൽ ക്ലാസ് മില്യണേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇൻഫോസിസ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന്റെ ഈ ഒരു ജോബ് സിനാരിയോ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ജോലി കിട്ടുന്ന ആളുകൾക്ക് ഷെയർ കൊടുക്കുന്ന ഒരു സംവിധാനം തുടങ്ങുന്ന ഒരു സിസ്റ്റമൊക്കെ തുടങ്ങുന്നത് അന്നാണ്. അപ്പൊ അന്ന് അത്തരം ജോലികളിൽ നേരത്തെ പ്രവേശിച്ച് പോയി ധാരാളം പണമുണ്ടാക്കിയ ആളുകളുണ്ട്, ഭൗതികമായി ഒരുപാട് അറ്റൈൻമെന്റ്സ് നേടിയ ആളുകളുണ്ട്. പക്ഷെ പിന്നീട് ഇങ്ങനെ അവർ പലപ്പോഴും പറയാറുണ്ട്, ജീവിതത്തെ സംബന്ധിച്ച് കുറെ കൂടി നമ്മൾക്ക് ഒരു മൂർത്തമായ രൂപം കിട്ടിയത്, നമ്മൾ അനുഭവിക്കുന്ന സോഷ്യൽ പ്രിവിലേജിനെ കുറിച്ച് നമ്മൾക്ക് ധാരണ കിട്ടിയത് ഇപ്പോഴാണ് എന്ന് അവർ പറയാറുണ്ട്. ഞങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലൊന്നും അന്ന് ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിൻ്റെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, HST എന്നാണ് പറയുക, ഹിസ്റ്ററി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നൊരു പേപ്പർ മാത്രം. അന്ന് ലൈഫ് സ്കില്ല്, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, ഇത്തരം പേപ്പറുകളൊന്നും ഒന്നുമില്ല. ആകെ 2 പേപ്പറുകളാണ് നോൺ എഞ്ചിനീയറിംഗ് എന്ന് കാറ്റഗറൈസ് ചെയ്യുന്ന പേപ്പറുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒരു മേജർ ഐറ്റമാണ്. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുമ്പോൾ പൊതുവെ ക്ലാസ്സിൽ ഉള്ള ഗേൾസ് ഒരു കണ്ടീഷൻ ആദ്യം വെക്കും, സർ വി ഡോണ്ട് വാണ്ട് ടു ഡിസ്കസ് എനി സോർട്ട് ഓഫ് പൊളിറ്റിക്കൽ സബ്ജക്ട്സ്. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഒരു ബേസിക് ഐഡിയ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ ടോപ്പിക്സ് ഷുഡ് നോട്ട് ബി ഡിസ്കസ്ഡ്. എന്നിട്ട് എന്താ പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്? അന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെദർ ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ് ഈസ് ഗുഡ്. ഇങ്ങനെ അതിപ്പോൾ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ല, പക്ഷെ അന്ന് അതൊരു വിഷയമാണ്. എന്നാൽ പറയുന്നവർക്കൊരു രസവും കേൾക്കുന്നവർക്കൊരു സുഖവും എന്നൊക്കെ പറയും. പ്രത്യേകിച്ച് ആർക്കും കുഴപ്പമില്ലാത്ത ഇങ്ങനെ ചില വിഷയങ്ങളാണ് ചർച്ച ചെയ്യുക. അതേസമയം ഇപ്പോൾ എൻ്റെ ക്ലാസ് ഗ്രൂപ്പിൽ വലിയ പൊളിറ്റിക്കൽ ഡിസ്കഷൻസാണ്, ഭയങ്കര പൊളിറ്റിക്കൽ ഡിസ്കഷൻസ്. ജാതീയമായി ഉന്നത ശ്രേണികളിലുള്ള പല ആളുകളും പറയാറുണ്ട്, യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ലാക്ക് ചെയ്തിരുന്നത്, ഒരു പ്രിവിലേജ്ഡ് ക്ലാസ്സിൽ ജനിച്ചതുകൊണ്ട് എന്ത് സാമൂഹ്യാനുഭവമാണ് ഇല്ലാതെ പോയത് എന്നുള്ളതും, ഒരു ബ്രാഹ്മിൻ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് പല കാര്യങ്ങളും അറിയില്ലായിരുന്നു എന്നുള്ളതും പിന്നീടുള്ള ജീവിതമാണ് ലോകത്ത് പല ഭാഗത്ത് കറങ്ങിയപ്പോൾ നമ്മളെ മനസ്സിലാക്കി തന്നത് എന്ന് പറയാറുണ്ട്. നിങ്ങളൊരർത്ഥത്തിൽ ഒരു യു ആർ എ ലക്കി ലോട്ട്, ഭാഗ്യം ചെയ്ത ആളുകളാണ് നിങ്ങൾ. കാരണം നമ്മുടെ സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല, അവർ അതിനെക്കുറിച്ച് അവെയർ അല്ല. ഇപ്പോഴല്ല, ചില ആളുകൾ പറയും ഇപ്പോഴത്തെ ചെറുപ്പം എന്ന്, വെറുതെ പറയാണ്. എല്ലാ കാലത്തും ചെറുപ്പത്തിലെയും വലുപ്പത്തിലെയും ചെറു ന്യൂനപക്ഷമാണ് സമൂഹത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ചെറുന്യൂനപക്ഷം ആലോചിച്ചതിന്റെ ഫലമായിട്ടാണ് ലോകത്ത് ഇപ്പോൾ നാം കാണുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. അല്ലാതെ എല്ലാ ആളുകളും കൂടെ ആലോചിച്ചിട്ടില്ല. 2003 ഞാൻ MTech ചെയ്യുന്ന സമയത്താണ് ഇറാഖിൽ സദ്ദാം ഹുസൈൻ്റെ തകർച്ചയുണ്ടാകുന്നത്. സദ്ദാം ഹുസൈൻ്റെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് വരുന്ന ഇറാഖ് ആക്രമണം ഉണ്ടാകുന്ന സമയത്താണ് ഞാൻ കാലിക്കറ്റ് NITയിൽ MTech ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാം. കാരണം ഇന്റർനെറ്റ് ഇന്നുള്ളതുപോലെ തന്നെ വ്യാപകമായ ഒരു സന്ദർഭമല്ല. അവിടെ ചെന്ന് TV റൂമിൽ പോയി നോക്കുമ്പോൾ അവിടെ വേറെന്തോ നടക്കുന്നുണ്ട്, V ചാനൽ അങ്ങനെ അതൊക്കെ അന്നത്തെ ചില ചാനലുകളുണ്ട്. ഇത് കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുക. ലോകത്ത് ഇങ്ങനൊരു സംഭവം നടക്കുന്നു എന്ന വിവരം തന്നെ അവിടെയില്ല. പിന്നീട് ഒരിക്കൽ ക്ലാസ് റൂമിൽ ഡിസ്കഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലെ ചില കുട്ടികളൊക്കെ പറഞ്ഞു, സദ്ദാം ഹുസൈൻ തകർന്നത്, ഇറാഖിൻ്റെ തകർച്ച വളരെ നല്ലതാണ്. കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് എഞ്ചിനീയർമാർക്ക് അവസരം കിട്ടും ഇറാഖിൻ്റെ റീകൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസാണ് കിട്ടാൻ പോകുന്നത്. ഞാൻ 20 കൊല്ലം കഴിഞ്ഞു, ഇതുവരെ ഇന്ത്യയുടെ ഒരു സാമ്പത്തിക അവസ്ഥ ഇറാഖ് കൊണ്ട് മെച്ചപ്പെട്ടതായിട്ട് നമ്മളിവിടെ കേട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ വിചാരിക്കുകയാണ് ആളുകൾ. കാരണം അവരെവിടെയെങ്കിലും വായിച്ച വിവരങ്ങൾ അതുപോലെ വന്ന് പറയുകയാണ്. അങ്ങനെ തന്നെയായിരുന്നു. അതിനാൽ
നമ്മൾ 40 വയസ്സുകളിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്ന ആളുകൾ ആ തിരിച്ചറിഞ്ഞ സാമൂഹ്യ യാഥാർത്ഥ്യത്തെ 20 വയസ്സിൽ തന്നെ തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല. ഈ തിരിച്ചറിവ് നമ്മുടെ വിദ്യാഭ്യാസം നേടിയ ആളുകൾക്ക് ഇല്ലാതെ പോകുന്നു എന്നിടത്താണ് രാജ്യം നേരിടുന്ന പ്രശ്നം. കാരണം എന്താണ് നമ്മുടെ സോഷ്യൽ ഫ്രണ്ടിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് അറിയുന്നില്ല. ഇപ്പോൾ ഫ്രറ്റേണിറ്റിയിൽ ഒരാൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും നിങ്ങൾ കേട്ടില്ലെങ്കിൽ പോലും സാഹോദര്യം സാഹോദര്യം എന്നുള്ള വാക്ക് നിങ്ങളിങ്ങനെ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കും. വേറെ ഒന്നും നിങ്ങൾ കേട്ടില്ലെങ്കിൽ എന്താണിത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മളൊക്കെ അനുഭവിക്കുന്ന പ്രിവിലേജിനെ കുറിച്ച് നമ്മൾക്ക് ബോധം കിട്ടുക. അവിടെ നിന്നാണ് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ച് നമ്മൾക്ക് ഒരു ബോധ്യം ഉണ്ടാവുക. അപ്പോൾ അതിനാൽ ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജനറേഷനിലുള്ള മറ്റു കുട്ടികളെ, അപൊളിറ്റിക്കൽ എന്ന് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളെക്കാൾ അറ്റ്ലീസ്റ്റ് 20 വർഷമെങ്കിലും മുന്നിലാണ് നിങ്ങളുള്ളത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു മാറ്റം തീർച്ചയായും പോസിബിളാണ്. അല്ല, ലോകത്ത് വേറെ ഒരാൾ കൊണ്ടുവന്ന മാറ്റം കൊണ്ടല്ല ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. കാരണം രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്? നമ്മളൊരു എഞ്ചിനീയറിംഗിന് എന്തിനാണ് നമ്മൾ വിദ്യാഭ്യാസം ആർജിക്കുന്നത്? എഞ്ചിനീയറിംഗ് എവിടെയാണ് പരിഹാരമാകേണ്ടത്? സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ NH ഡെവലപ്മെന്റ് എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഫ്രറ്റേണിറ്റി, അതിനുമുമ്പ് സോളിഡാരിറ്റി ഒക്കെ ഉയർത്തിയ മുദ്രാവാക്യമുണ്ട്, മനുഷ്യ ബന്ധിതമായ ഒരു വികസനമെന്ന്. അപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു നിങ്ങൾ വികസനത്തിന്റെ വിരോധികളാണ്. കാരണം എപ്പോഴും കാലത്തിന് മുമ്പേ നടക്കുന്നതിനൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടെയുള്ള ആളുകൾക്ക് പലപ്പോഴും മനസ്സിലാവില്ല എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് എല്ലാ സോഷ്യൽ റിഫോമേഴ്സും നേരിടുന്ന പ്രശ്നമാണ്. അങ്ങനെ എക്സ്പ്രസ് ഹൈവേ വന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ വലിയ സമരം ഉണ്ടായി. അപ്പോൾ ആളുകൾ മനസ്സിലാക്കി റോഡ് മുടക്കുന്ന ആളുകളാണ് ഇവർ എന്ന് നമ്മളെപ്പറ്റി അങ്ങനെ വിചാരിച്ചു. ഇപ്പോൾ NH വന്നു, പണി നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ NHുമായി ബന്ധപ്പെട്ട വിഷയത്തിലും നമ്മളും കുറച്ച്, കാരണം ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നില്ലല്ലോ, ഇത് വലിയൊരു ഒരു പ്രയാസമാണ്. മുമ്പൊരു സൂഫി കഥയുണ്ട്. ഒരിക്കൽ ഒരു സൂഫി സ്വപ്നം കണ്ടു, പിശാച് വന്ന് കിണറ്റിൽ വെള്ളം കലക്കിയിട്ട് നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ആ വെള്ളം കുടിച്ച് നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഭ്രാന്താകുന്നു എന്ന് സ്വപ്നം കാണും. അപ്പോൾ സൂഫി പെട്ടെന്ന് ഉറക്കത്തിന് ഉണർന്നതിന് ശേഷം പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് ഈ ആളുകളെ വിളിക്കാൻ പുലരാൻ കുറച്ച് നേരം കൂടെ ബാക്കിയുള്ളൂ, പുലർക്കാലമായി കഴിഞ്ഞാൽ പിശാച് വരും, അതിനു മുമ്പേ എഴുന്നേറ്റിട്ട് വെള്ളമൊക്കെ കോരി വെക്കണം, കാരണം കിണറിൽ വിഷം കലകളെന്ന് വേറെ ആളുകളെ വിളിക്കാനൊന്നും നിന്നില്ല. പെട്ടെന്ന് ബക്കറ്റൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് കിട്ടാവുന്ന ബക്കറ്റിലൊക്കെ വെള്ളം കോരി നിറച്ചു. ആ ക്ഷീണത്തിൽ നമ്മുടെ സൂഫി അങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങിയപ്പോൾ എഴുന്നേറ്റപ്പോഴേക്ക് സൂര്യൻ ഉദിച്ചിരുന്നു. അപ്പോഴേക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? കാരണം നാട്ടുകാർ ഇതറിയില്ലല്ലോ. അവർ കിണറിന് വെള്ളം കോരി കുടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭ്രാന്തായിട്ടുണ്ട്. അപ്പോൾ സൂഫി പറഞ്ഞു നിങ്ങൾക്ക് ഭ്രാന്തായിട്ടുണ്ട് കേട്ടോ, പിശാച് വന്ന് ഇന്നലെ രാത്രി വെള്ളത്തിൽ വിഷം കലക്കിയത് കുടിച്ചതുകൊണ്ട് എന്ന്. അപ്പോൾ ഇവരെല്ലാവരും നോക്കുമ്പോൾ ഇയാൾ പറയുന്നത് എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇവർ പരസ്പരം മനസ്സിലാവുന്നുണ്ട് ഇവരെന്താണ് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും തീരുമാനിച്ചു എന്ത്, നമ്മുടെ സൂഫിക്ക് ഭ്രാന്തായിട്ടുണ്ട് എന്നിവരെല്ലാവരും തീരുമാനിച്ചു. അങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞതിന് ശേഷം തിരിച്ചറിയാതെ വന്നു കഴിഞ്ഞപ്പോൾ അവസാനം സൂഫി എന്ത് ചെയ്തു? സൂഫി ആ കിണറ്റിലെ വെള്ളം എടുത്തങ്ങ് കുടിച്ചു. അപ്പോൾ സൂഫിക്ക് ഭ്രാന്തായി. അപ്പോൾ സൂഫി പറയുന്നത് അവർക്ക് മനസ്സിലായി, അവർ പറയുന്നത് ഇവർക്ക് മനസ്സിലായി. ഇത് പലപ്പോഴും സംഭവിക്കും. നിങ്ങൾ ക്യാമ്പസിലൊക്കെ പോയിട്ട് ഇങ്ങനെയുള്ള സാഹോദര്യ രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എന്നൊരു ചോദ്യം അല്ലെങ്കിൽ പരിഹാസം അവർക്കുണ്ടാവില്ലേ എന്നുള്ള ഒരു ഭയം നമ്മുടെ മനസ്സിൽ വരുന്നതുകൊണ്ട് കൂടിയാണ് ഇവിടെ കുട്ടികളുടെ എണ്ണം ഇത്രമാത്രമാവുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചേഞ്ച് NHന്റെ സമയത്ത് അപ്പോൾ ആളുകളെല്ലാവരും 4.5 ലക്ഷം രൂപ സെന്റിന് 5 ലക്ഷം രൂപ കിട്ടുന്നു. ഓക്കെ, എല്ലാവരും ഹാപ്പി. അങ്ങനെ സ്ഥലമൊക്കെ വിട്ടുകൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് JCB വന്നിട്ട് മാന്തം തുടങ്ങിയപ്പോഴാണ് 8 മീറ്റർ താഴെ കൂടെയാണ് റോഡ് പോകുന്നത് എന്നുള്ള വിവരം അറിയുന്നത്. ഇപ്പോൾ പോലും നാഷണൽ ഹൈവേയുടെ DPR എന്താണ് എന്നന്വേഷിച്ച് വിവരാന്വേഷണം കൊടുത്ത ആളുകൾക്ക് അതിന് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരാൾക്കും അറിയില്ല എന്നാണ് എങ്ങനെയാണ് റോഡ് എവിടെയാണ് പോകുന്നത്. അത് ഒരു ക്ലാസിഫൈഡ് ഡോക്യുമെന്റ് ആണ്, സീക്രട്ടാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ വെളിപ്പെടുത്താനാവാത്ത വിവരമാണെന്ന് പറയുന്നത്. ഇങ്ങനെയാണോ ഒരു ഡെവലപ്മെന്റ് വരേണ്ടത് എന്ന ഒരു ക്വസ്റ്റ്യൻ സമൂഹത്തിൽ ഉന്നയിക്കുമ്പോൾ അവരുടെ ജീവിതത്തെ നേരിട്ട് അവര് അത് അനുഭവിക്കുമ്പോൾ മാത്രമാണ് ആളുകൾക്ക് മനസ്സിലാകുന്നത്. പക്ഷെ സോഷ്യൽ ചേഞ്ച് ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രശ്നം വരട്ടെ എന്ന് വിചാരിക്കാൻ കഴിയില്ല.
ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നം എന്താണ്, ഡെവലപ്മെന്റിനുള്ള ഏറ്റവും വലിയ തടസ്സം എന്താണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്താ നിങ്ങൾ പറയാം? എല്ലാവർക്കും അവരവരുടെ ഉത്തരം ഉണ്ടാവും കേട്ടോ. എന്താ പറഞ്ഞോളൂ. നിങ്ങൾ ചോദിച്ചു നോക്കുമ്പോൾ എല്ലാവരും താഴേക്ക് നോക്കരുത് കേട്ടോ. സാധാരണ നമ്മൾ ഈ ക്ലാസ് റൂമിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. നമ്മൾ ഇവിടെ ടീച്ചർ ആകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. The first reaction, reflex action of the audience when a question is being posed to the entire class. First reaction എന്താ പറയുക നിങ്ങൾക്ക്? എന്താണ്? Even before silence എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ everybody will tend to lower their gaze. Because for fraction of second we are under the wrong impression that I am not seeing the teacher, so teacher is also not seeing me. അപ്പം ഞാനെന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ നോക്കുന്ന ആളുകളോട് സാധാരണ ക്വസ്റ്റ്യൻ ചെയ്യും ക്ലാസ്സിൽ. പക്ഷേ എൻ്റെ ഓവർ സ്മാർട്ടായിട്ടുള്ള കുട്ടികളെന്ന് വെച്ചാൽ അവരിങ്ങനെ ഭയങ്കര കോൺഫിഡൻസിൽ ഇങ്ങനെ സാറിനെ നോക്കിയാണ് നിൽക്കും, ഈ സാറ് ചോദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ശരിയാവാൻ സാധ്യതയുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ ഉദ്ദേശിച്ചതല്ലെങ്കിലും നമ്മൾ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. ധൈര്യപൂർവ്വം പറയാം. എന്താണ് സോഷ്യൽ അസ്ഥിരത? എന്താണ് അതിന്റെ കാരണം? എന്താണ്? ഓക്കെ ഞാൻ സബ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല. എനി അതർ ആൻസർ? എന്താണ്? ഹീസ് ഓൾമോസ്റ്റ് നിയർ ടു മൈ ആൻസർ. അത് കറക്റ്റ് ആൻസർ അല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചൊരു ആൻസർ ഉണ്ട്. എനിബഡി എൽസ്? സോഷ്യൽ ഇനീക്വാളിറ്റി ആണെന്ന് ഞാൻ പറയാം. സാമൂഹ്യമായ ഉച്ചനീചത്വം, ജാതി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. നമ്മൾ നടത്തുന്ന ഡെവലപ്മെന്റൽ ആസ്പെക്ട്സിൽ വലിയ വലിയ ബിസിനസ് ഹൗസുകൾ നടത്തുന്ന ഇന്ത്യയുടെ ഡെവലപ്മെന്റിനെ സംബന്ധിച്ച ഡിസ്കഷനിൽ ഒരിക്കലും ചർച്ചയിൽ വരാത്ത ഒരു കാര്യമാണ് ജാതി എന്ന് പറയുന്ന ഒരു പ്രശ്നം. കാരണം നാട്ടിലുള്ള മുഴുവൻ ആളുകളും നമ്മളെപ്പോലെ മനുഷ്യാവകാശമുള്ളവരാണ് എന്ന് വിചാരിക്കുന്നതിന് പകരം 3000-ഓളം ആണ്ടുകളായി ഇവിടെ തുടർന്നു വരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ദൈവനിയോഗം കണക്ക് കിട്ടിയ ലൈഫിലെ ഓരോ പദവികളുണ്ട്, ജാതീയമായ അവസ്ഥകളുണ്ട്. ജാത്യാലുള്ളത് തൂത്താൽ പോവില്ല എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അതിനാൽ ആ ഒരു സൈക്കിളിലൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് മോക്ഷം കിട്ടുകയുള്ളൂ, സമാധാനം കിട്ടുകയുള്ളൂ എന്നൊരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരാൾ പട്ടിണി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാലോ ഒരാൾ മിനിയിൽ ജോബ്സ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാലോ അയാളെ മോചിപ്പിക്കണമെന്ന ബോധം നിങ്ങൾക്ക് ഉണ്ടാവില്ല, ഉണ്ടാവേണ്ടതുമില്ല. കാരണം അയാളുടെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ കഠിനതരമായ ആ ജീവിതാവസ്ഥയിലൂടെ തന്നെ അയാൾ കടന്നു വരണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ, അതിനുപകരം മനുഷ്യർ മുഴുവൻ തുല്യതയുള്ളവരാണ്. എല്ലാവരും ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ്, ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് എന്ന ബോധത്തിൽ നിന്നുകൊണ്ട് മനുഷ്യൻ്റെ അന്തസ്സ് എന്നുള്ളത് പരമപ്രധാനമാണ് എന്ന് വിചാരിക്കുന്നിടത്താണ് ഈ അവസ്ഥ പോരല്ലോ നമ്മുടെ നാട്ടിൽ. ഇന്ത്യയുടെ GDP കണക്ക് കൂട്ടുമ്പോൾ ഒരുപാട് നിങ്ങൾക്ക് കൂട്ടി പറയാൻ പറ്റുമെങ്കിലും ഇന്ത്യയുടെ സമ്പത്ത് മൊത്തത്തിൽ എങ്ങനെയാണ് 20-ന് താഴെ വരുന്ന ചില ആളുകളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, അവരെ ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ എന്താണ് രാജ്യത്തിൻ്റെ GDP വരുന്നത്? ഇതാണോ യഥാർത്ഥത്തിൽ വികസനം? ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നത് ഇതൊരു പ്രശ്നമാണല്ലോ എന്ന് ആദ്യം മനസ്സിലാക്കണമല്ലോ. അപ്പോഴാണ് നമ്മൾക്ക് എന്ത് ചെയ്യുക, നമ്മൾക്ക് പരിഹാരം കാണാൻ കഴിയുക, അല്ലേ? ഒരാൾക്ക് പ്രമേഹത്തിൻ്റെ അസുഖമുണ്ട്, അയാൾ വിചാരിച്ചു, അയാൾ നടിച്ചു എനിക്ക് അസുഖമൊന്നുമില്ല, മധുരം നിയന്ത്രിക്കുന്നതോ ഭക്ഷണ നിയന്ത്രണങ്ങളോ ഒന്നും വരുത്താതെ അയാൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുക? അതാണ് ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിനാരാണ് പരിഹാരം കാണേണ്ടത്? അവിടെയാണ് ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച ആളുകളുടെ ഒരു റോള് കുറെ കൂടി കാണുന്നത്. ഒരുപക്ഷെ നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ ഏതു തന്നെയാണെങ്കിലും നമ്മൾ ജോലിയിൽ എത്തുമ്പോൾ, നമ്മുടെ കരിയറിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ PGയിലോ അടുത്ത ലെവലിലോ എത്തുമ്പോൾ നിങ്ങൾ മറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിച്ച ആളുകളുടെ കൂട്ടത്തിൽ തന്നെയാവും നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ത്യയിൽ സിവിൽ സർവീസിൻ്റെ ഒരു പാസിംഗ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഏറ്റവും കൂടുതലായി വരുന്ന ഒരു കാര്യമാണ്. അതിനാൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് സാമൂഹ്യബോധമില്ലാതെ പോയി കഴിഞ്ഞാൽ
അവർ വിചാരിക്കും അവർ ശീലിച്ചു വന്ന പരമ്പരാഗതമായി അവർക്ക് കിട്ടി വന്ന സാമൂഹ്യ സുരക്ഷിതത്വത്തിന്റെ അവസ്ഥയിലാണ് രാജ്യവും ലോകവും മൊത്തം ഉള്ളത് എന്ന് തെറ്റിദ്ധരിച്ചാവും അവരുടെ പോളിസികൾ ഉണ്ടാവുക. എഞ്ചിനീയറിംഗ് പഠനത്തിന് രാജ്യത്തെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതാണ്? IIT ആണ്. IIT നടന്ന പരീക്ഷ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ടഫായ പരീക്ഷ, സക്സസ് റേറ്റ് ഏറ്റവും കുറഞ്ഞ പരീക്ഷകളിലൊന്നാണ്. 2023 കണക്കനുസരിച്ച് 16 ലക്ഷം കുട്ടികളാണ് JEE മെയിൻസ് എക്സാം എഴുതുന്നത്. അതിൽ 18,000 താഴെ നിങ്ങളുടെ റാങ്ക് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മികച്ച IIT-കളിൽ ഒന്നിൽ, അല്ല എനിക്ക് തോന്നുന്നത് IIT-കളിൽ ഒന്നിൽ തന്നെ അഡ്മിഷൻ നമ്മൾക്ക് കിട്ടാൻ സാധ്യമാവുക. അത്രയും ടഫാണ്. അത് നീറ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 20 ലക്ഷത്തിൽ നിന്ന് 50,000 കുട്ടികൾക്കാണ് സെൽഫ് ഫൈനാൻസിങ് കോളേജിലടക്കം സീറ്റുകൾ കിട്ടുക. ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു വന്ന കുട്ടികൾ പ്രത്യേകിച്ച് ഒരു സാമൂഹ്യ അവബോധമില്ല. കാരണം 5ാം ക്ലാസ് മുതലേ ഫൗണ്ടേഷൻ കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻട്രൻസിന് ഒരിക്കലും സാമൂഹ്യ ബോധത്തെക്കുറിച്ച് ചോദ്യങ്ങളില്ല. അതിനാൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രോബ്ലംസ് ക്രാക്ക് ചെയ്യാമെന്നതിൻ്റെ ട്രെയിനിങ്ങിലാണ് 5ാം ക്ലാസ് മുതലുള്ള ഒരാൾ. അയാൾ വന്നു കഴിഞ്ഞ് അയാൾ 4 കൊല്ലം വീണ്ടും ഇതുപോലെ പ്രിവിലേജ്ഡ് ക്ലാസ്സുകാരായ ആളുകൾ മാത്രം പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് പിന്നീട് അയാൾ ജോലി നേടിക്കഴിഞ്ഞാലും അയാളുടെ ഒരു സാമൂഹ്യ അവബോധം എന്ന് പറയുന്നത് എന്താവും? അവിടെയാണ് നമ്മൾക്ക് വർക്ക് ചെയ്യാനുള്ളത്. അവിടെയാണ് സമൂഹത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുക എന്നുള്ളൊരവസ്ഥ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കുറച്ച് ചെറുപ്പക്കാർ നാട്ടിലുണ്ടായിത്തീരുമ്പോഴാണ് സാമൂഹ്യാവസ്ഥയിൽ മാറ്റം വരിക. അപ്പോഴാണ് ഇന്ത്യക്ക് ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാൻ കഴിയുക. അതിനാൽ നമ്മളിവിടെ കൂടിയിരിക്കുന്നു തൃശ്ശൂർ എഴുത്തച്ഛന ഹാളിൽ എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു കാര്യമല്ല. എവിടേക്കാണ് സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ബോധം തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹത്തിൽ ഈ പോക്കിൽ എന്തോ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ഇതിന് പരിഹാരം ആവശ്യമുണ്ട് എന്ന് ഉള്ള ഒരു ചിന്തയാൽ പ്രേരിതരാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. നേരത്തെ ഷഫീൻ സാഹിബ് പറഞ്ഞ പോലെ ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയെ ജയിപ്പിക്കുക, പാർട്ടിയെ തോൽപ്പിക്കുക എന്ന അജണ്ടയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങൾ, സമൂഹത്തിലെ എല്ലാ പൗരന്മാരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു സാമൂഹ്യാവസ്ഥ, ജാതീയമായി താഴെ പടിയിലുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന അവസ്ഥ, ഒരു സോഷ്യൽ സെക്യൂരിറ്റി, അതെങ്ങനെ നമ്മുടെ തലമുറക്ക് സാധ്യമാകുമെന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. കാരണം നിങ്ങളുടെ ജീവിതം പൂർണ്ണാർത്ഥത്തിൽ അതിൻ്റെ ഗൗരവതരമായ ഒരു രീതിയിലേക്ക്, പ്രായത്തിലേക്ക് മാറാൻ പോകുന്നത് 2030-കളിലാണ്. അന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്, അന്നത്തെ ലോകത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് ഇപ്പോൾ നമ്മൾക്ക് പറയാൻ സാധ്യമല്ല. വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, വലിയ വലിയ മാറ്റങ്ങൾ. ഇപ്പോൾ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിനു മുമ്പ് ലോകത്ത് നടക്കാത്ത രീതിയിൽ ലോകത്തിന്റെ മൊത്തം കൺമുന്നിൽ ആണ് ഒരു വംശഹത്യ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോ വർത്തമാനത്തിൽ അത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായ ചില ചേഞ്ചസ് തീർച്ചയായും അത് ഉണ്ടാക്കും. കാരണം ഇങ്ങനെ ലോകത്തിന്റെ മുഴുവൻ കൺമുന്നിൽ ഇത്രയും വലിയൊരു വംശഹത്യ അരങ്ങേറിയതിനു ശേഷം അരങ്ങേറുന്ന സമയത്തും അന്ന് മൗനം പാലിച്ച് നിന്നവരായിരുന്നോ ലോകം എന്ന് ഇന്നത്തെ ലോകത്തെക്കുറിച്ച് 10-30 കൊല്ലത്തിനപ്പുറം അന്നത്തെ തലമുറ ആലോചിക്കില്ലേ എന്ന് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങുന്നിടത്ത് മാറ്റങ്ങൾ തീർച്ചയായും ഉണ്ടാകും. അതിനാൽ നമ്മുടെ ഒരു പ്ലാനിൽ, നമ്മുടെ ഒരു കരിയർ പ്ലാനിൽ നമ്മൾ വിചാരിക്കേണ്ടത് കരിയർ എല്ലാം കൂടെ ഇതുകൊണ്ട് ഒരു വഴിക്കും മറ്റത് വേറെ വഴിക്കും, അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം എഞ്ചിനീയറിംഗ് ലൈഫ് ആസ്വദിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് പോയതിനു ശേഷം നിങ്ങൾ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും, ഗൂഗിൾ ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നോക്കുക, അതിൽ എന്തൊക്കെയാണ് ക്ലാസ് റൂമുകളിൽ നിന്ന് കിട്ടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ്. നമ്മൾ എവിടെ നമ്മൾ ആളുകളോട് നിങ്ങൾ PG കോഴ്സിന് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഏത് യൂണിവേഴ്സിറ്റികൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും അതിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിൽ പെരുമാറാനും അവിടെ പഠിക്കാനും അവരോട് ഇന്ററാക്ട് ചെയ്യാനുമുള്ള നിങ്ങളുടെ കേപ്പബിലിറ്റിയെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഒരു 50 സെന്റൻസ് എഴുതണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നമുക്ക് എഴുതുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഈ ഡൈവേഴ്സിറ്റി ഈ ഉള്ള ഒരു ലോകത്ത് അവരോട് ശരിയായ രീതിയിൽ ഇന്ററാക്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒരു സ്കില്ലാണ്.
അത് ഇത്തരം സംവിധാനങ്ങൾ വഴി ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്നതാണ്. കാരണം ഇവിടെ ആരും പീരീഡ് വെച്ച് പഠിപ്പിക്കുന്നതല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം. സ്വാഭാവികമായി ഇത്തരം സംവിധാനങ്ങളുടെ ഭാഗമാകുന്നത് വഴി നമ്മൾക്ക് ഉണ്ടായിത്തീരുന്ന ഒരു കാര്യമാണ്. ആ ഒരു അർത്ഥത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ നോക്കിക്കാണാൻ, നമ്മുടെ കോളേജിലെ സമയത്തെ ഉപയോഗിക്കാൻ നമ്മൾ ആലോചിക്കും. ഇപ്പം ഞാൻ പഠിച്ചിരുന്ന കാലത്ത് അറേഞ്ച് മാരേജോ ലവ് മാരേജോ വേണോ എന്നാണ് ചർച്ച ചെയ്തിരുന്നത്. ഇപ്പോൾ കോളേജിൽ ഞാൻ ഏറ്റവും അവസാനം വർക്ക് ചെയ്തിരിക്കുന്ന സമയത്തിന് പ്രോഗ്രാം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രോഗ്രാം വേണ്ടത്? ഉടനെ കുട്ടികൾ പറയും എന്ത് വേണമെന്ന് പറയാം, എന്താ പറയാ, DJ വേണമെന്ന് പറയും. അതില്ലാതെ എന്ത് പ്രോഗ്രാമാണെന്നാണ് ചോദിക്കുക. വേണോ വേണ്ടയോ എന്നുള്ളതിനെ സംബന്ധിച്ചല്ല ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് എന്നുള്ള ഒരു സോഷ്യൽ ബീയിങ് എന്നുള്ള നിലക്കുള്ള നമ്മുടെ വളർച്ചയിലേക്ക് എന്തുമാത്രം സഹായകമാണ് ഇത്തരം സംവിധാനങ്ങൾ എന്നതിനെ പറ്റി കൂടി നമ്മൾ ആലോചിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ ഒരു ബോധം നമ്മൾക്ക് കിട്ടുന്ന ഡിപ്ലോമ, ഡിഗ്രി, വാട്ട് എവർ ഇറ്റ് മേ ബി, അത് കേവലം ഒരു ജോലിക്കുള്ള ഒരു കടലാസ് എന്നുള്ള രീതിയിലല്ല. പകരം ഈ നാടിൻ്റെ ഡെവലപ്മെന്റിന്, ഈ നാടിൻ്റെ സോഷ്യൽ കണ്ടീഷൻസിൻ്റെ ഒരു പോസിറ്റീവ് ചേഞ്ചസിനുള്ള ഒരു ടൂളായിട്ടാണത് നമ്മൾക്ക് കിട്ടുന്നത് എന്ന ബോധം നമ്മൾക്ക് വേണം. അതിനുള്ള സ്കില്ലുകൾ ആർജിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇത്തരം വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാന സംവിധാനങ്ങൾ വഴി കടന്നു വരുമ്പോഴാണ് നമുക്ക് അറിയാതെ ഒരുപാട് സ്കില്ലുകൾ കിട്ടും. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ച് ഞാൻ തിരിഞ്ഞെന്ന് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. നേരത്തെ SIO വഴിയൊക്കെ കടന്നു വന്ന് കിട്ടിയ അതിൻ്റെ ഡിസ്ട്രിക്ട് കൗൺസിലിൽ, സ്റ്റേറ്റ് കൗൺസിലിൽ, നാഷണൽ കൗൺസിലിൽ, ഈവൻ എൻ്റെ കരിയറിൽ പോലും എനിക്ക് ഹെൽപ്ഫുള്ളായി വന്നത്. ഞാൻ വിചാരിക്കാറുണ്ട്, ഞാൻ SIOൻ്റെ നാഷണൽ കൗൺസിൽ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോകുമായിരുന്നില്ല. കാരണം അവിടെ ഒരു സെമിനാറിന് പങ്കെടുക്കാൻ പോയപ്പോഴാണ് ആദ്യമായി ഞാൻ ആ യൂണിവേഴ്സിറ്റി കാണുന്നത്. അവിടെ ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ സന്ദർശിച്ച 6ഓളം വിദേശ രാഷ്ട്രങ്ങൾ സന്ദർശിക്കാൻ എനിക്ക് അവസരം കിട്ടുമായിരുന്നില്ല. അതുവഴി ഒരുപാട് ആളുകളോട്, എൻ്റെ കമ്മ്യൂണിറ്റി, എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരുപാട് ആളുകളോട് ഇൻട്രാക്ട് ചെയ്യാവുന്ന ഒരു അവസരം എനിക്ക് കിട്ടുമായിരുന്നില്ല. ഒരു സദസ്സിൽ കയറി നിന്ന് സംസാരിക്കാൻ, ഒരു പ്രശ്നം എന്താണ് എന്ന ആളുകളോട് പറയാൻ, ഒരു 4 ആളുകൾ കൂടുന്നിടത്ത് വിഷയം അവതരിപ്പിക്കുന്നിടത്ത് ആരുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ ആളുകളുടെ കണ്ണുകളൊക്കെ നമ്മളിലേക്ക് എത്താൻ, ഇതിനൊക്കെ സഹായകമായ ഒരു ട്രെയിനിങ് സംവിധാനം കൂടിയാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു സ്കില്ലുകൾ ആർജിച്ചെടുക്കുക എന്നുള്ളത് ഈ പ്രായത്തിൽ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അത് ഒരു വെറുതെ കാര്യമില്ല. ലൈഫിനെ കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 30കൾ എത്തുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറെ കൂടി റിയലിസ്റ്റിക് ആവും. യാഥാർത്ഥ്യബോധം, എന്താ നിനക്ക് യാഥാർത്ഥ്യബോധമില്ലേ എന്ന് ചോദിക്കാറുണ്ട് ചിലപ്പോൾ വീട്ടിൽ നിന്ന് പാരൻസ്. അത്ര വലിയ യാഥാർത്ഥ്യബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. 20s ഒരിക്കലും നമ്മൾ 40കളിലോ 60കളിലോ ഉള്ള ആളുകളെപ്പോൾ നമ്മൾ ആലോചിക്കാൻ പാടില്ല. അതുകൊണ്ട് അവരാ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുക. തിരിച്ച് ഈ പ്രായത്തിലുള്ള ആളുകൾ തിരിച്ച് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ഈ ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരിക്കും. അതിനാൽ നമ്മുടെ സ്വപ്നങ്ങളിൽ ഒരു നല്ലൊരു ലോകം ഉണ്ടാവണം, ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഇന്ത്യ ഉണ്ടാവണം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്നും ഇങ്ങനെ വളരെ ദരിദ്ര രാജ്യമൊന്നും ആയിരുന്നില്ല. ഒരു 250 കൊല്ലം മുമ്പ് ലോകത്തിലെ ഏറ്റവും ഡെവലപ്ഡ് കൺട്രികളിലൊന്നായിരുന്നു നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ. ബ്രിട്ടീഷുകാർ 190 കൊല്ലം കൊണ്ട് നടത്തിയ അങ്ങേയറ്റത്തെ കൊള്ളയടി എന്നും പറഞ്ഞാൽ അതൊന്നും ആവില്ല ശരിക്കും. പ്ലണ്ടർ എന്നുള്ള വാക്കൊന്നും അതിന് ഫിറ്റല്ല. കാരണം അത്രയും സമ്പന്നമായിരുന്ന ഒരു രാജ്യത്തെ ഇത്രയും ദരിദ്രമാക്കാൻ മാത്രം കൊള്ളയടി ഇവിടെ നടന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾ ആലോചിച്ചു, ഷാജഹാന്റെ കാലത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, കൺസ്ട്രക്ഷൻ, റിയൽ എസ്റ്റേറ്റ് വർക്കുകൾ ഒരുപാട് നടക്കുന്നത്. ഡൽഹി ജാമ മസ്ജിദ്, താജ്മഹൽ, നമ്മുടെ ആഗ്ര ഫോർട്ടിന്റെ എക്സ്റ്റൻഷന്, ചെങ്കോട്ടയുടെ എക്സ്റ്റൻഷൻ ഒക്കെ നടക്കുന്ന ആ കാലത്താണ്. പക്ഷേ തൊട്ടുടനെ വന്ന ഔറംഗസേബിന്റെ ഭരണകാലത്താണ് ഇന്ത്യ ഏറ്റവും വലിയ ഡെവലപ്ഡ് കൺട്രിയായി നിലകൊള്ളുന്നത്. നമ്മുടെ കണക്കനുസരിച്ച് ഇത്രയും പബ്ലിക് എക്സ്ചെക്കറിന് യൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കെ ഒരു ദാരിദ്ര്യം ബാധിച്ചു എന്നാണ് ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുക. അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. അതിനാൽ ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പോവുക, സാമ്പത്തികമായി മാത്രമല്ല സാമൂഹ്യമായി തുല്യതയുടെ ഒരവസ്ഥ, വർഗീയത എന്ന് പറയുന്ന, വംശീയത എന്ന് പറയുന്ന ഇന്ത്യയെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമില്ലാതിരുന്ന ഒരു ഭൂതകാലം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കാലത്ത് പുനഃസൃഷ്ടിക്കുക എന്നുള്ളതല്ല, പുതിയ കാലത്തിന്റെ രീതിയിൽ ഇത്തരം സാമൂഹ്യമായ സുരക്ഷകളോടുകൂടി ഒരു സംവിധാനം സൃഷ്ടിച്ചെടുക്കാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾക്ക് വേണ്ടി മറ്റൊരാളും
അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്ന് നമ്മൾ കരുതരുത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നുകൂടിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു സൂഫി കഥ ചെറുതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മൂപ്പർക്ക് ഒരു സൂഫി ഒരു നാട്ടിൽ പോയ സമയത്ത് ഈ മീസാൻ കല്ലിൽ ഇങ്ങനെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. മീസാൻ കല്ലിൽ അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പേര് എഴുതി വെക്കും, ജനന വർഷം മരണവർഷം എന്നെഴുതി വെക്കും. ഈ ഖബർസ്ഥാനിൽ 4ാമതൊരു കോളം കൂടിയുണ്ട്, ജീവിച്ചിരുന്ന കാലം എന്നുകൂടി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ 1900 ജനിച്ച വർഷം, മരിച്ച വർഷം 1964, താഴെ ജീവിച്ചത് 12 ദിവസം എന്നെഴുതി വെച്ചിട്ടുണ്ട്. വേറെ അത് 1975, 2005 മരിച്ചു, 12 കൊല്ലം എന്നെഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സൂഫിങ്ങനെ ആകെ ഡൗട്ടായി. സൂഫി നാട്ടുകാരനെ ഒരാൾ വെയിറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഈ കണക്കറിയില്ലെങ്കിൽ നിങ്ങൾ ദയവേത് ഈ വിവരമൊക്കെ എഴുതി വെക്കാതിരിക്കുക, അല്ലെങ്കിൽ കണക്കറിയുന്ന ആളുകളോട് ചോദിച്ചെഴുതുക. അപ്പോൾ നാട്ടുകാരൻ പറഞ്ഞു, ഇതല്ല, ഈ ആളുകൾ ജീവിച്ച കാലത്ത് സമൂഹത്തിന് വേണ്ടി എത്ര ജീവിച്ചു എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് ഏറ്റവും അവസാനത്തെ കോളത്തിൽ ഇയാൾ ജീവിച്ച കാലം എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ സൂഫി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ മീസാൻ കല്ലിൽ എഴുതി വെക്കണം, ജനനവർഷം സോവാൻസോ, മരണവർഷം സോവാൻസോ, അതിന് താഴെ എന്തെഴുതണം, ഇയാൾ ഭൂമിയിൽ ജീവിച്ചിട്ടേ ഇല്ല എന്ന് നിങ്ങൾ എഴുതി വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതം പലപ്പോഴും നീങ്ങുന്നത് ആ അർത്ഥത്തിലാണ്. നമ്മളങ്ങനെ ആലോചിക്കും, എന്തിനാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് ജീവിതമെന്ന്. ഈ അവസാനത്തെ കോളത്തിൽ എന്ത് ഫില്ല് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഓരോ ജീവിതത്തെയും പ്രസക്തമാക്കുന്നതും ആ ജീവിതം സിഗ്നിഫിക്കൻ്റ് ആണ് എന്നൊരവസ്ഥ സൃഷ്ടിക്കുന്നതും. അത്തരമൊരവസ്ഥ സൃഷ്ടിക്കാൻ നമ്മൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു.